ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള നാളെ നടക്കും. ആറന്മുള സത്രക്കടവിൽ ഉത്രട്ടാതി ജലമേളയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. ഏറെ വർഷങ്ങൾക്ക് ശേഷം എല്ലാ കരകളുടെയും പള്ളിയോടങ്ങൾ ജലമേളയിൽ പങ്കെടുക്കുന്നു എന്ന പ്രത്യേകതയും ഇക്കുറിയുണ്ട്. 52 പള്ളിയോടങ്ങളാണ് ഉത്രട്ടാതി ജലോത്സവത്തിൽ പങ്കെടുക്കുക. ആറന്മുളയിൽ നിന്ന് വിവരങ്ങളുമായി തത്സമയം എത്തുന്നു പ്രവീൺ പുരുഷോത്തമൻ. പ്രവീൺ, എല്ലാ പള്ളിയോടങ്ങളും വരുന്നുവെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. എല്ലാ ഒരുക്കങ്ങളും തയ്യാറല്ലേ അവിടെ? സുജയ, ആറന്മുള ഇപ്പോൾ വലിയ ആവേശത്തിലാണ്. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. നാളെയാണ് ആറന്മുള ഉത്രട്ടാതി ജലോത്സവം നടക്കുന്നത്. ഇതാ കണ്ടില്ലേ, പള്ളിയോടങ്ങളൊക്കെ ഇങ്ങനെ ബലസിയുടെ കിടക്കുകയാണ്. ഇനി മത്സരം തുടങ്ങാൻ മാത്രം ആ ഒരു സന്ദർഭം മാത്രം മതി. എല്ലാ കരക്കാരും വലിയ ആവേശത്തിലാണ്. സാധാരണഗതിയിൽ എല്ലാ കരകളിൽ നിന്നുള്ള പ്രാതിനിധ്യം ഈ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ വളരെ അപൂർവമാണ്. പക്ഷേ ഇപ്രാവശ്യം 52 കരകളിലെയും പള്ളിയോടങ്ങൾ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ മാറ്റൊരുക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ എല്ലാ പള്ളിയോടങ്ങളും ഒരുമിച്ച് ഈ ഒരു ഉത്രട്ടാതി ജലോത്സവത്തിൽ മത്സരിക്കുന്നത്. മറ്റൊന്ന്, നേവിയുടെ അഭ്യാസ പ്രകടനം ഏറെ നാളുകൾക്ക് ശേഷം ഇക്കുറി ഉണ്ട് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പോൾ ഈ കരക്കാരെല്ലാം പള്ളിയോടങ്ങൾ കരകളിലേക്കൊക്കെ കയറ്റി അത് റെഡിയായി തന്നെ ഇവിടെ ഉണ്ട്. നാളെ രാവിലെ 9 കൂടി ഇതിൻ്റെ പതാക ഉയർത്തൽ ചടങ്ങ് നടക്കും. അത് ജില്ലാ ഭരണകൂടമായിരിക്കും, ജില്ലാ കളക്ടർ ആയിരിക്കും ഔദ്യോഗികമായി ഈ പതാക ഉയർത്തൽ ചടങ്ങ് നിർവഹിക്കുക. മറ്റൊന്ന്, ആറന്മുള ഇപ്പോൾ സത്രക്കടവിൽ പമ്പാനദിയിൽ ജലനിരപ്പ് അല്പം കുറവാണ്. പക്ഷേ എങ്കിൽ പോലും മണിയാർ ബാരേജിൻ്റെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പമ്പാനദിയിലേക്ക് തുറന്നുവിട്ട് ജലനിരപ്പ് ഉയർത്തും എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ? എങ്ങനെയാണ്? എല്ലാ ഒരുക്കങ്ങളും തീർച്ചയായിട്ടും ഭഗവാന്റെ ഉത്രട്ടാതി നാളിൽ ഒരു മത്സരം കഴിഞ്ഞു. ശരിക്കും ഞങ്ങൾ ഒരു ഉത്രട്ടാതി ജല ഉത്സവ മേളയിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ അരൂർ പുതിയാവൂർ ചെന്ന് അമ്മയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും സമർപ്പിച്ചു കഴിഞ്ഞു. അവിടുന്ന് അനുഗ്രഹം മേടിച്ച് ട്രോഫി കിട്ടി ഞങ്ങൾക്ക്. അപ്പം ആ സന്തോഷത്തിലാണ് ഞങ്ങൾ ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങളുടെ പള്ളിയോടെല്ലാം അലങ്കരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. ഈ കൊച്ചുകുട്ടികൾ മുതൽ വലിയ പ്രായമായ 10, 60, 70 വയസ്സ് ഉള്ള ആൾക്കാർ വരെ ഉണ്ട് ഇതിനകത്ത്. അപ്പം എല്ലാവരും ഒരു ക്രേസാണിത്. ശരിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഉത്സവമാണ് ആറന്മുള ഉത്സവം. പമ്പാനദിയിൽ ജലനിരപ്പ് ഇപ്പോൾ അല്പം കുറവാണ്. പക്ഷേ എല്ലാ പ്രാവശ്യവും കറക്റ്റ് സമയമാകുമ്പോൾ പമ്പാനദിയിൽ ജലനിരപ്പ് ഈ വള്ളങ്ങൾ നടത്തുന്നതിന് ആവശ്യമായിട്ട് ഉള്ള ജലം അത്രയും വരും. അങ്ങനെ തന്നെയാണ് ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്നത്, അല്ലേ? അതെ, ഞങ്ങൾ കഴിഞ്ഞ വർഷം ഈ ജലനിരപ്പിൽ താഴ്ന്നു പോയിട്ടുണ്ട്. പക്ഷേ വളരെ അതിശയകരമായ ഒരു സംഭവമാണ് ഉണ്ടായത്. വളരെ ഒരു 1-2 അടി വെള്ളം നമ്മൾ തന്നായിരുന്നു ഭഗവാൻ. എല്ലാവരും പറഞ്ഞു ഞങ്ങളുടെ വള്ളംകളി നടക്കത്തില്ല, വെള്ളം കുറവായതുകൊണ്ട് വള്ളംകളി നടക്കില്ല എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. പക്ഷേ തമ്പുരാൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതാണ് ഞങ്ങളുടെ അനുഗ്രഹം. ഒരു കാരണവശാലും തിരുവാർമളയപ്പന്റെ ഒരു കാര്യങ്ങളും മുടങ്ങാതെ ഇവിടെ നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഈ 52 കരയിലെ ആൾക്കാരും എല്ലാവരും പങ്കെടുത്ത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. 52 കരയിലെ ആൾക്കാരും പങ്കെടുത്ത് എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതേ സുജിയ, ഈ ട്രോഫികളൊക്കെ ഇവിടെ ഓരോ പള്ളിയോട് കരക്കാരും അവർ ഇങ്ങോട്ടൊക്കെ എത്തിച്ചിട്ടുണ്ട്. അവർക്ക് അതൊക്കെ വലിയ ആവേശം തന്നെയാണ്. ഇപ്രാവശ്യം ആദ്യം എ ബാച്ചിലെ വള്ളങ്ങളുടെ മത്സര വള്ളംകളിയാണ് നടക്കുക. അതിനുശേഷമായിരിക്കും ബി ബാച്ചിലെ വള്ളങ്ങളുടെ മത്സര വള്ളംകളി നടക്കുക. മറ്റൊരു പ്രത്യേകതയുള്ളത് സുജിയ, ഇപ്രാവശ്യം ഈ ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ മാതൃകയിൽ ടൈമിംഗ് അടിസ്ഥാനത്തിൽ ഈ വള്ളങ്ങൾ ഒരേപോലെ നമ്മൾ നാളെ ഈ സമയമാകുമ്പോഴേക്കും അവിടെ ആവേശകരമായ ഫൈനലിലേക്ക് എത്തും. ഉച്ചയ്ക്ക് 1 മണിക്ക് തുടങ്ങും. ടൈമിംഗ് അനുസരിച്ചാണ് മത്സരം. ഒരു ഭാഗത്ത് പുലികളി, ഒരു ഭാഗത്ത് വള്ളംകളി. നാളെ നമ്മുടെ സ്ക്രീൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അപ്പോൾ പ്രവീൺ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തോളൂ. നമ്മളൊരു ചെറിയ ഇടവേള എടുക്കുകയാണ്. പ്രവീൺ സൂചിപ്പിച്ചതുപോലെ പത്തനംതിട്ടയിലെയും ആലപ്പുഴയിലെയും 52 കരകളിൽ നിന്ന് 52 പള്ളിയോടങ്ങൾ, അത് അണിനിരക്കുന്ന ജലഘോഷയാത്രയുണ്ടല്ലോ, അതൊന്നും ഒരു 1.5 വരവാണ്. അത് കാണേണ്ട ഒരു കാഴ്ചയുമാണ്. ആ കാഴ്ചകൾ തത്സമയം ഉണ്ടാകും ദൃശ്യ മികവോട് റിപ്പോർട്ടറിൽ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. നമ്മൾ എടുക്കുന്ന